ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ്. അതായത് വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പൈൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ഒരു ബെല്ലാണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ 2 പൈലിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇനി ഒരു പൈൽ റെസണേറ്റ് ആവാത്തവർക്ക് അടുത്ത പൈലും കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഒരു കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ഈ അടുത്തുള്ള പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു, നമ്മൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ഒരു അഫർമേഷൻസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. അതവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കമൻസ് കണ്ടു. അവർക്ക് തേർഡ് പാർട്ടി റിമൂവ് ആയി പോകുന്നുണ്ട് അത് അഫർമേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്നുള്ള കമൻസ് എല്ലാം കണ്ടു. അപ്പോൾ പുതിയതായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അത് നമ്മൾ ഒരു ഏർലി ടൈംസിലാണ് അത് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് കയറി നോക്കിക്കോളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്, 2 പേർക്ക് ഫ്രീ റീഡിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വാട്സപ്പിലൊക്കെ വന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ആ ഫ്രീ റീഡിംഗ് അവർക്ക് കൊടുക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പബ്ലിക്കലി അനൗൺസ് ചെയ്തൊരു കാര്യമാണ്. അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പേഴ്സണലി ആരോടെങ്കിലും ഒരു പാർഷ്യാലിറ്റി വെച്ചത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് എക്സ്പെക്റ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് കിട്ടാതെയായി പോകും. സോ നമ്മളുടെ കമൻസിലായാലും നമുക്ക് ലൈക്കും ഷെയറും അല്ലെങ്കിൽ നമ്മൾക്ക് കമൻസ് ഇട്ടും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫ്രീ റീഡിങ്ങിനൊക്കെ ആവശ്യക്കാരായിട്ടുണ്ട്. അതായത് തീരെ പെയ്ഡ് റീഡിങ്ങിനൊന്നും പറ്റാത്ത ചില ആൾക്കാരുണ്ട്. എല്ലാവരും എന്നൊന്നും പറയുന്നില്ല, കുറച്ച് പേര്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എല്ലാ മന്ത്ലി ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു ഫ്രീ റീഡിങ് ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൺഫേം ആയിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നമുക്കറിയില്ലല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് ആ ടൈമിൽ പറയാം. എന്തായാലും നമ്മളുടെ ന്യൂ ഇയർ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഫ്രീ റീഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ടൈമിൽ ഞാൻ ചെയ്യുന്ന ആ വീഡിയോയിൽ പറയാം. അപ്പോൾ അതിൽ കമൻസ് ഇടാം. നമുക്ക് എന്നിട്ട് കമൻസിൽ നിന്നുള്ള 2 പേരെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ബെല്ല് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പൈൽ ബെല്ലാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ് എന്നല്ലേ, നിയർ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഒരു ഏഞ്ചൽസ് മെസ്സേജ് എടുത്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്പ്രെഡ് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും ഇത് കാണുന്ന വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരം ആവശ്യമുള്ളവരായിരിക്കാം. ചിലവർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മറ്റു ചിലവർക്ക് കരിയർ അല്ലെങ്കിൽ ഹെൽത്ത്, അങ്ങനെ പലതും ആവാം, മണി. അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന ഒരു റീഡിംഗ് കിട്ടണേ എന്നുള്ളത് മൈൻഡിലൊന്ന് ഞാനിത് ഷഫിൾ ചെയ്യുന്ന ടൈമിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഏഞ്ചൽ കാർഡിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നുള്ള കൂടുതലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൂടി മനസ്സിലാക്കാം.
അപ്പോൾ നമ്മൾ കാർഡ്സ് എല്ലാം എടുത്തു കഴിഞ്ഞു. എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസ് മെസ്സേജ് അല്ലെങ്കിൽ ഡിവൈൻ മെസ്സേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ബിലീവ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് ബിലീവ് ചെയ്യുന്നോ, എന്ത് ബിലീഫാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ഒരു കാര്യത്തിനെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റാണ് നിങ്ങൾക്ക് വരിക. അതേസമയം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ ആ നെഗറ്റീവായിരിക്കും അട്രാക്റ്റ് ആവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത്, നിങ്ങളുടെ കയ്യിലാണ് ആ സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനെയും അതേപോലെ തന്നെ നിങ്ങളെയും ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക, യൂണിവേഴ്സിലും വിശ്വസിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ പോസിറ്റീവായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് തേടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെസ്സേജ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാം ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് വാൺസിന്റെ ഒരു എനർജിയാണ്. അതായത് ഏരീസ്, ലിയോ, സെജിറ്റേറിയസ്, ഈ ഒരു സോഡിയക് സൈനിന്റെ എനർജീസ് ആണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സെലക്ട് ചെയ്ത ആൾക്കാർ കൂടുതലുമായിട്ട് അവരുടെ ഒരു എന്താ പറയാ, ഒരുപാട് ഐഡിയാസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവരായിരിക്കും. ഇവർ എന്തൊക്കെയോ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇന്നതുപോലെയൊക്കെ നടപ്പിലാക്കണമെന്ന് പല സിറ്റുവേഷനിലും. ചിലപ്പോൾ പ്രണയത്തിലായിരിക്കാം, കരിയറിലായിരിക്കാം, പഠിത്തത്തിലായിരിക്കാം, എന്തൊക്കെയോ ഒരു പ്ലാനിങ് ഒക്കെ നടത്തി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കാർഡാണ്. ഒരു പുതിയ തുടക്കം, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫ്രഷ് ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നു. ഇപ്പൊ സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതല്ല നിങ്ങളിപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അതിന് വെയിറ്റിംഗ് ആണ്, നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അടുത്ത് തന്നെ സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ധനം ലഭിക്കാനും അങ്ങനെ പുതിയതായിട്ടുള്ള എന്തും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റൊമാൻസിന്റെ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവർ പുതിയ ഒരു എന്താ പറയാ, ഒരു പുതിയൊരു പ്രതീക്ഷയോടെ ഫ്രം ദ വെരി ബിഗിനിങ് എന്ന് പറയുന്ന പോലെ ഒരു പുതിയ സ്റ്റാർട്ട് പ്രതീക്ഷിച്ച് അവർ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിരുന്നവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ നല്ല കാർഡാണ്. അതേപോലെ തന്നെ മറ്റൊരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ധനപരമായ ഇടപാടുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുക എന്നുള്ളതും ഉണ്ട് കേട്ടോ. അപ്പൊ കൂടുതലും നമുക്കൊരു നല്ല കാർഡാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസ് ആണ്. 7 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സമയത്ത് ഒരു ഡിഫെൻസീവായിട്ടായിരിക്കും പല കാര്യങ്ങളിലും നിൽക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ട്, അത് നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അത് വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു റൊമാൻസിന് വേണ്ടി അവരോട്, നിങ്ങളുടെ ബന്ധുക്കളോട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ, വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കരിയറിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ, അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം, ഏതൊരു മേഖലയിലാണെങ്കിലും നിങ്ങളോടൊപ്പം തന്നെ മത്സരിക്കാനായിട്ട് വേറെ ചില മത്സരാർത്ഥികളും അവിടെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരൊക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാലും അവരെയൊക്കെ നേരിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിങ്ങളൊരു ജോബിനായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്, ഇപ്പോൾ പ്രമോഷൻ വരികയാണ്. അപ്പോൾ 2 പേര് ഒരുമിച്ച് അതിനു വേണ്ടി മത്സരിക്കുന്നു, നിങ്ങൾ മറ്റൊരാളും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ മത്സരിച്ച് തോൽപ്പിച്ച് നിങ്ങൾക്ക് മുൻപിൽ കയറാനുള്ള എല്ലാ ഒരു എല്ലാ ഒരു പവറും നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനുള്ളൊരു മനസ്സ് വരുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണമല്ലോ.
അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് വരുന്നുണ്ട്. തളർന്നു പോകുന്നില്ല, നിങ്ങൾ നല്ല ധീരമായിട്ട് തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത് 10 ഓഫ് വൺസിൻ്റെ എനർജി. അപ്പോൾ ഈ 10 ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാർഡിനകത്ത് കാണാൻ പറ്റും 10 മീൻസ് ലാസ്റ്റ് നമ്പറാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രഷ് ബിഗിനിങ് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവ ഇത്രയും വാൺസ് ഒരുമിച്ചെടുത്ത് കഷ്ടപ്പെട്ട് പോവുകയാണ്, നേരെ ഒരു ടൗൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, വളരെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്താറായി. അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് നാളായിട്ട് നിങ്ങൾ പ്രയത്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ നിങ്ങളത് വിട്ടു പോകരുത്. നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, പഠിക്കൽ കൊണ്ട് കലയിട്ടുടക്കുക എന്ന് പറഞ്ഞ പോലെ അവസാന നിമിഷം കൊണ്ട് കളയരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്താറായി, നിങ്ങൾക്കത് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് കുറേ റെസ്പോൺസിബിലിറ്റീസ് വന്നു ചേരാൻ ചിലർക്ക് സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ഉത്തരവാദിത്തം അവരുടെ മേൽ വരുന്നു. ചിലവർക്ക് അത് ബർഡനായിട്ട് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഹാർഡ് വർക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുറച്ചധികം ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ പറ്റാതെ ആകെ തളർന്നു പോകും. പക്ഷെ അങ്ങനെ തളരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന റിസൾട്ട് കുറച്ചപ്പുറത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പേജ് ഓഫ് വാൺസിന്റെ കാർഡാണ്. അപ്പോൾ പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം, അതാണ് നമ്മൾ പേജ് ഓഫ് വാൺസ് കൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റും. പക്ഷേ ആ ഒരു ആദ്യകാലത്തെ പാഷൻ മാത്രം പോരാ, എന്തിനെങ്കിലും കിട്ടുമ്പോഴത്തേക്കും ഇത് കൊള്ളാന്ന് പറഞ്ഞ് ചാടി അവിടെ വീണ് അത് മാത്രം പോരാ, അതിലേക്ക് വർക്ക് ചെയ്യാനും കൂടി തയ്യാറാവണം എന്നുള്ളതാണ്. ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആരംഭശൂരത മാത്രം പോരാ, അതിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഈ പേജ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സെൽഫായിട്ടൊരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എന്താ പറയുക, നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യുന്ന അതെല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതേപോലെ അടുത്തതായിട്ട് വെരി പവർഫുൾ കാർഡ് കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നിങ്ങൾക്ക് നല്ല ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളിപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ, അങ്ങനെ നിങ്ങളൊരു ബിസിനസ്സിലാണെങ്കിൽ അതിൽ നിൽക്കുന്ന ആൾക്കാരിൽ മുൻപന്തിയിൽ നിങ്ങൾ എത്താനായിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾ എത്തും എന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ അഡ്വൈസ് സ്വീകരിക്കാൻ ഒക്കെ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെ ഒരു പ്രഗത്ഭ വ്യക്തിയായിട്ട് മറ്റുള്ളവർ കാണാനായിട്ട് ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം റീസെന്റ് പാസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കാം നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ കാര്യം നിങ്ങൾക്ക് വന്ന് ചേരും, ഷുവറാണത്. അതാണ് നമുക്ക് കിങ് ഓഫ് സോഡ്സ് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം തന്നെ ഒരു സിമിലർ മീനിങ് വരുന്നുണ്ട് നമുക്ക് 8 ഓഫ് പെൻറ്റക്കിൾസിലും. കാരണം ഇവിടെയും നല്ല ഹാർഡ് വർക്ക് ഉണ്ട്, വളരെ ഹാർഡ് വർക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഈ ഒരു സ്പ്രെഡ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മൊത്തം നന്നായിട്ട് എന്താ പറയുക, ഒരു പാഷനായിട്ട് എന്തൊക്കെയോ ആയിത്തീരണം, എന്തൊക്കെയോ നേടണം, എന്ത് കാര്യം ആയിക്കോട്ടെ നേടണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി അവർക്ക് കഷ്ടപ്പെടാനും ഡെഡിക്കേറ്റ് ചെയ്യാനൊന്നും ഒരു മടിയില്ലാത്ത കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവര് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്ന വർക്കിൽ ഇവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതായത് സക്സസിലേക്ക് വേണ്ടിയിട്ട് എത്ര കഠിനാധ്വാനം ചെയ്യാനും മടിയില്ല എന്നുള്ളതാണ്. ഹാർഡ് വർക്കൊക്കെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്കതൊരു പ്രശ്നമേ ആയിരിക്കില്ല. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഹെൽത്ത് പോലും നോക്കാതെ ചിലപ്പോൾ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കളയും. അതുപോലത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, ഇതെല്ലാം ചെയ്തിട്ടൊന്നും ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിച്ചിട്ട് നിൽക്കുന്ന ഒരു കാർഡാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബർഡൻ, ചിലപ്പോൾ ഒരുപാട് ചിന്തകളായിരിക്കാം, അനാവശ്യമായ ചിന്തകളായിരിക്കാം നിങ്ങളുടെ തലയിൽ എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട്, ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി പോലെ തന്നെ ഇങ്ങനെ പോരുന്നുണ്ട്. ഓവറായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം മോശമാണ്, അതായത് ഒരു സിക്ക്
ഒക്കെ ആവാനുള്ള ഒരു ഇൽനെസ് വരാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അതായത് ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യണം. ഈ ബർഡനൊക്കെ ചുമന്ന് നിങ്ങളുടെ ആരോഗ്യം പോലും കളയുന്ന ഒരവസ്ഥയിലേക്ക് പോവാം. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം നിങ്ങൾ ചെയ്യുന്നത് കൊള്ളാം, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി മൈൻഡ് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ കാർഡ് കൊണ്ട് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്തൊരു റെസ്റ്റ് നന്നായിരിക്കും. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ മേലെ വന്നിരിക്കുന്നത് 10 of Wands ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും. പക്ഷേ അതിന് മുൻപായിട്ട് ചെറിയൊരു നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് നിർത്തിക്കളയരുത്. നിങ്ങൾക്ക് വേണ്ട റെസ്റ്റ് എടുക്കുക, നിങ്ങൾ പ്രോപ്പർ കെയർ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് 3 of Wandsന്റെ കാർഡാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി, അതാര് തന്നെ ആയിക്കോട്ടെ, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ആയിട്ട് പുതിയ ഒരു എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ ഈ ഒരു കാർഡ് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു പാഷനേറ്റ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം ഉണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാരെ എന്തോ പ്രതീക്ഷിച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ പ്രതീക്ഷ വെറുതെ ആയി പോവില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം നടക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഉടനെ അധികം താമസിയാതെ ഒരു എന്താ പറയുക, ഒരു തടസ്സമില്ലാതെ അവർ നിങ്ങളിലേക്ക് എത്തും. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും നല്ലൊരു സന്തോഷവും ഇതൊന്ന് വന്ന് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അവർ ഉടനെ തന്നെ അത് മാറ്റിവെച്ച് എത്ര വേഗം നിങ്ങളെ കാണാനും അല്ലെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാനും കോണ്ടാക്ട് ചെയ്യാനൊക്കെ സെപ്പറേഷനിലുള്ളവരാണെങ്കിൽ പോലും ശ്രമിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പയലായിട്ടുള്ള ബെല്ല് ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ എനർജി വളരെ നല്ലതാണ്. ഹാർഡ് വർക്ക് ഒക്കെ നന്നായിട്ടുണ്ട്, അതിനുള്ളൊരു ഫലവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നല്ല റീഡിംഗ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് ക്ലെയിം ചെയ്യുക, അഫേം ചെയ്യുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തിട്ടുള്ളവർക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പം നമ്മളിനി സെക്കൻഡ് പയലായിട്ടുള്ള ക്രിസ്മസ് ട്രീ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഒരു ഏഞ്ചൽസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് എന്താണ്, ഓവറോൾ ഒരു മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന നല്ലൊരു റീഡിംഗ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളൊരു 10 seconds ഒന്ന് ഞാനിത് ഷഫിൾ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഒന്ന് പ്രേ ചെയ്യുക. വാവ്, നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് കാർഡ് എന്നുള്ളത് നമുക്ക് മൊത്തം സ്പ്ലിറ്റ് കിട്ടിയ ശേഷം പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസ് മെസ്സേജ്, ഡിവൈൻ മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം.
വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസ് മെസ്സേജ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കാനായിട്ട് കുറേ നാളുകളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നുള്ളതാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാർഡാണ്, നല്ലൊരു മെസ്സേജാണ്. നിങ്ങളുടെ ആഗ്രഹം കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ നിറവേറും എന്നുള്ളതാണ്. ഏത് കാര്യമാണോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത്, അത് ഉടനെ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ സംഭവിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നമ്മുടെ ലൈഫ് പോലെ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആരുടെയൊക്കെ എനർജി ആരുമായിട്ടൊക്കെ റെസനേറ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഡെത്ത് കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡെത്ത് കാർഡ് ഫ്യൂച്ചർ പൊസിഷനിൽ വരുമ്പോൾ പറയുന്നത്, ഇത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന എപ്പോഴാണോ ആ ഒരു കാണുന്ന സമയം മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു സംഭവം, ചിലപ്പോൾ നല്ലതാവാം അല്ലെങ്കിൽ മോശമാവാം, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങളെ കുറേ നാളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബർഡൻ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു എൻഡിങ് വരുന്നു എന്നുള്ളതാണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ റീബർത്തും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ്, അവിടെ എന്തെങ്കിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ അവിടെ ഒരു എൻഡ് വരേണ്ട സമയമായി എന്നുള്ളതാണ്. പിന്നെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനൊരു അവസാനം വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളത് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നുള്ളതാണ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. എന്താണ് സിറ്റുവേഷൻ, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന തേർഡ് കാർഡ് എന്ന് പറയുന്നത് 3 of Wands ആണ്. നമ്മളുടെ ഫസ്റ്റ് റീഡിങ്ങിലും വന്ന കോമൺ ആയിട്ടുള്ള ഒരു കാർഡാണ്, നല്ല കാർഡാണ്. അതായത് നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ് കുറച്ച് പേര്. ഇതിപ്പോൾ ഈ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരിൽ ഒരുപാട് പേര്, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, പല വിഷസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരുപാട് പേരുടെ എനർജി ഇതിനകത്ത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിനകത്ത് 8 കാർഡ് എടുത്തിട്ടില്ലെങ്കിലും അത്രയും എനർജീസ് ഇതിനകത്ത് ഉണ്ടാവും. 8 അല്ല, അതിൻ്റെ 100 ഇരട്ടി ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കുറേ പേര് വെയിറ്റിംഗ് എനർജിയിലാണ്. അപ്പോൾ ഈ വെയിറ്റിംഗ് എനർജിയിലായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്ന വ്യക്തി ആരാണോ അവര്, തീർച്ചയായിട്ടും നമുക്കൊരു വ്യക്തി എന്ന് തന്നെ പറയാം, അവര് അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന, ഇവരാർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ഇവർ വെയിറ്റ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആ വ്യക്തി ഇവരുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഇവർക്ക് വേണ്ടി ടൈം കൊടുക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു വ്യക്തി ഇവരിലേക്ക് വരാനും അവരെ നേരിട്ട് വന്ന് കാണാൻ പോലും സാധ്യതയുണ്ട്. എത്രയും വേഗം ഇവരെ വന്ന് കാണണം എന്നുള്ളതാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം, വളരെയധികം ഒരു എന്താ പറയുക, ഒരു എനർജി ഫീൽ ചെയ്യാണ്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തെത്തണം എന്നുള്ള ഒരു എനർജി. അപ്പോൾ ഇത് 3 of Wandsന്റെ കാർഡ്, ഇത് വളരെ നല്ലൊരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാവും എന്നുള്ളതാണ്. ആ ഒരു നിങ്ങൾ ആരെയാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് പാഴായി പോവില്ല, നല്ല രീതിയിലേക്ക് തന്നെ വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൂൾ കാർഡാണ്. അതായത് കുറേ പേര് അവരിത്ര നാളൊരു കെട്ടുപാടിലൊക്കെ ആയിരുന്നുവെങ്കിൽ അവരിനി അതൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അതായത് ഭയങ്കര ഒരു ഡിസിപ്ലിനിലൊക്കെ പോയിരുന്നവരാണെങ്കിൽ ഇനി അതൊന്നും വേണ്ട, ഇനി ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ പുതിയ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതുണ്ട്, എടുത്തു ചാടരുത്. അതാണ് ഇതിൻ്റെ ഒരു നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരു കാര്യത്തിലേക്കും ആലോചിക്കാതെ എടുത്തു ചാടരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് അനുസരണക്കേട്, കുരുത്തക്കേടൊക്കെ കാണിക്കാനുള്ള ഒരു ടൈമും കൂടിയാണ്. അത്ര പാരൻസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ഒബേ ചെയ്ത് നിൽക്കണം അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള കുറേ സ്റ്റാർട്ടുകൾ
നിങ്ങളൊരു ഫ്രീ വില്ല് കിട്ടിയ പോലെ അങ്ങോട്ട് പോവുകയാണെന്നുള്ളതാണ്. ഒരു എൻജോയ്മെന്റ് മൂഡിലേക്ക് ഇനി ഒന്ന് ആസ്വദിക്കാം, കുറെ നാൾ ഇതായിരുന്നില്ലേ എന്നുള്ളൊരു മൈൻഡുള്ള കുറെ ആൾക്കാരുണ്ട്. അത് നല്ല കാര്യം തന്നെ. നമുക്കൊരു എന്താ പറയാ, നമ്മളെ സ്വയം സ്നേഹിച്ചു തുടങ്ങുക, നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നൊരു ടൈമാണ്. അങ്ങനെ കുറെ പേര് അതിനെപ്പറ്റി ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. 3 ഓഫ് സോഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഹാർട്ട് പെയിൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ഒരു വിഷമം, ഒരു സോറോ ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അതായത് നിങ്ങളെ ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു വേദനിപ്പിക്കുന്ന ഒരു ആക്ഷൻ ആവാം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കുത്തുവാക്കുകളാവാം, എന്തായിക്കോട്ടെ, നമ്മളിലേക്കൊരു വേദന വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് ഉണ്ടാവാം. അവർ മുഖാന്തരം നിങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റാനുള്ള ഒരു ശ്രമം നടക്കാം. അതേപോലെ തന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിസ്കാരേജിന്റെ ഒരു കാർഡാണത്. പിന്നെ നിങ്ങൾ ഓഫീസ് ജോബോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ളവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുമായിട്ട് ഉള്ളൊരു, അവരിൽ നിന്നൊക്കെ നമുക്കൊരു വേദന കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു വഴക്കുണ്ടാവാനുള്ളൊരു സാധ്യതയൊക്കെയാണ് അവിടെ കാണുന്നത്. അതൊരു ഹാർട്ട് ടേക്ക് ഉണ്ട്. അപ്പം നമ്മളത് കൂടുതലും ആരിൽ നിന്നും ഒന്ന് എക്സ്പെക്ട് ചെയ്യാതെ ഇരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ, പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേരിടുമ്പോഴാണ് തീരെ സഹിക്കാൻ പറ്റാതെ ആവുന്നത്. അപ്പം അത് അത്രയും ഇമോഷണൽ ആവാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വേദന ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള പെട്ടെന്ന് ചിലവർക്കാണ് കേട്ടോ സഡൻ ആയിട്ടുള്ള ഒരു ജോബ് ലോസ്, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ജോലിക്കൊരു നഷ്ടം വരിക, അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ് വിചാരിച്ചൊരു കാര്യം ചിലപ്പോൾ ഒരു എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് എന്ത് കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര എന്താ പറയാ, ഒരു ലോണിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവും, അത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അവസാന സമയം പറയാണ് എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് കിട്ടില്ല, അത് മാറിപ്പോയി എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല പ്രാർത്ഥനയിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓവർകം ചെയ്ത് പോകണമെങ്കിൽ. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് മെജീഷ്യന്റെ കാർഡാണ്. അപ്പൊ മെജീഷ്യന്റെ കാർഡ് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കാർഡാണ്, മാനിഫെസ്റ്റേറ്റിംഗ് പവർ ഉള്ള ഒരു കാർഡാണ്, ഡ്രീംസ് ട്രൂ ആക്കാൻ പറ്റിയ ഒരു കാർഡാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹം കുറെ ആളുകൾക്ക് സത്യമാക്കാൻ പറ്റുന്നുണ്ട്. അതായത് അവർക്ക് എല്ലാം വന്നു ചേരുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, അവരുടെ പാഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പവർ അവർക്കുണ്ട്. അതേപോലെ തന്നെ എവിടെയും അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ഒന്നാമനാവാൻ കാർഡ് തന്നെ ഫസ്റ്റ് 1 കാർഡാണ്. അപ്പോൾ എവിടെയും അവർ മുൻപിൽ നിൽക്കാനുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട്, ഇവർ പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പണം വന്ന് ചേരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറെ പേർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർ എവിടെയും ഫ്രണ്ടിലായിരിക്കും, ഫസ്റ്റ് പ്ലേസ് അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വേണ്ട വിധം നല്ലവണ്ണം എന്താ പറയുക ആലോചിച്ച് കൈകാര്യം ചെയ്യുക. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത്. എല്ലായിടത്തും മുൻപിലെത്താനുള്ളൊരു ഇതാണത്. ഇതിപ്പോൾ എക്സാമിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി വിദേശത്ത് പോകാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് തെറ്റി നിന്നേച്ച ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റിൽ നിന്നുള്ള വരുന്ന ഫ്രണ്ട്സ് കുറെ നാളായിട്ട് നിങ്ങൾ കാണുന്നില്ല, ഒരു റീയൂണിയൻ ഒക്കെ നിങ്ങൾ തമ്മിൽ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് റീയൂണിയൻ ഒക്കെ ഉണ്ടാവില്ലേ, കോളേജ് സ്റ്റുഡൻസോ സ്കൂൾ സ്റ്റുഡൻസിന്റെ ഒക്കെ നമുക്കൊരു റീയൂണിയൻ വന്ന ആ ഒരു എൻജോയ്മെന്റ് ഇവിടെ കാണുന്നുണ്ട്. ഒരു പാർട്ടി അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് ദിവസങ്ങൾ ഇവരുമായിട്ടൊക്കെ ഒന്ന്, നിങ്ങൾക്ക് ആ പഴയ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അവരുമായിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് പോകാനുള്ളൊരു എനർജി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിലൊരു പാർട്ടി മോഡ്. അതേപോലെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് സോഡ്സ് ആണ്. അപ്പൊ അത് കുറച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാർഡാണ്. എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സമയത്ത് കുറച്ച് വളരെയധികം ഷോർട്ട് ടെമ്പേർഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പലരുമായിട്ടും, വേണ്ടപ്പെട്ടവരായാലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായാലും വീട്ടിലുള്ളവരായിട്ടായാലും ഒക്കെ ഒരു വഴക്കിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ടുന്നൊരു സമയമാണ്.
അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്നിനും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ പോലും ഇങ്ങോട്ടേക്ക് വന്ന് ഒരു വഴക്കോ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് വളരെയധികം കൺട്രോൾഡ് ആയിരിക്കണം, വളരെ പേഷ്യൻസ് ആയിട്ട് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചും കൂടി എന്താ പറയണം, ഒരു ഭീകരമായിട്ടുള്ള കുറച്ചും കൂടി അതിൻ്റെ മോശം അവസ്ഥയിലേക്ക് പോകും. അപ്പം അങ്ങനെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ആയിരിക്കണം കൂടെ ഉണ്ടാവുക, കൂടുതൽ നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിട്ടൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാതെ നമ്മളോട് വഴക്കിന് വരുന്ന പോലത്തെ ഒരു അനുഭവം, അങ്ങനത്തെ ഒരു കാർഡാണ്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിലുള്ള പല സിറ്റുവേഷൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഡെത്ത് പോലത്തെ ഒരു കാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ അത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടേ പറ്റുള്ളൂ. അതിൽ മജീഷ്യൻ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് വളരെയധികം ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു നല്ല മാറ്റങ്ങൾ, അവരുടെ മാനിഫെസ്റ്റേഷൻസ് സക്സസ് ആവുന്ന കാർഡാണ്. അപ്പം അതൊക്കെ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ഡെസ്റ്റിനിയിലായിട്ട് കിട്ടുന്ന കാർഡ്സാണ്. പക്ഷെ ചില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിലതൊക്കെ അവോയ്ഡ് ചെയ്ത് മാറ്റി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ളൊരു കാർഡാണ് ഈ പറഞ്ഞ പോലെ 5 ഓഫ് സോർഡ്സ്. പിന്നെ അതുപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 5 എന്നുള്ള നമ്പർ തന്നെയാണ്. ദ ഹെറഫണ്ട് ആണ് വന്നിരിക്കുന്നത്. അതായത് ചിലവർക്ക് അവരുടെ മാരേജ് ഒക്കെ ഒരുപാട് നാളായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നടക്കാനുള്ള സാധ്യത, അതുപോലെ ചൈൽഡ് ബർത്ത് ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുതിർന്ന വ്യക്തിയിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവരിൽ നിന്ന്, അതായത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ നിന്ന് ഒരുപാട് പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ അവർ പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സ്പിരിച്വലി നിങ്ങൾക്ക് മാറ്റം വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രണയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി സാധാരണമായിട്ടുള്ളൊരു പൈങ്കിളി ലെവലിലാണത് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി വളരെ നിങ്ങളുടെ ഒരു പ്ലാറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഒരു പ്രണയം ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തുള്ളവർക്കുള്ള റീഡിങ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് നമുക്ക് മെയിനായിട്ട് ഇവിടെ നമുക്ക് ഏഞ്ചൽസ് കാർഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലെ എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങൾ ക്ലെയിം ചെയ്യുക, അഫേം ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ എനർജീസ്, ഏതൊക്കെ സക്സസ് കിട്ടും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാ സക്സസ്സും കിട്ടാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.